പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എനിക്ക്. അങ്ങനെയുള്ള നിന്നെ ചുമന്ന് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ എനിക്ക് നാണക്കേടാണ്. ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണോ ഈ ആനക്കുട്ടീനെ കെട്ടാൻ തോന്നിയത്? എടി നിനക്ക് ഇത് തന്നെയാണോ പണി? സോറി ഏട്ടാ, അതാ വാഷ്റൂമിൽ വരുമ്പോ സ്ലിപ്പായി പോയതാ ഞാന്. നീ വീണ്ടും എന്തിനാടി അവിടെ തന്നെ ഇരിക്കണേ? എണീക്ക്. എണീക്കാൻ പറ്റുന്നില്ല അല്ലേ? വാരി വലിച്ച് തിന്ന് തടിക്കുമ്പോ ആലോചിക്കണായിരുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഏട്ടാ, ഞാൻ ഓവറായിട്ട് ഭക്ഷണം കഴിക്കണോണ്ടല്ല, എന്റെ ഹോർമോണിന്റെ പ്രശ്നമുള്ള കാരണം കൊണ്ടാ ഞാൻ തടി കൂടി വരുന്നത്. ഇനിയിപ്പോ അത് പറഞ്ഞു, രാവിലെ നേരത്തെ എണീറ്റ് 2 കിലോമീറ്റർ ഓർഡർ ചെയ്യും. അപ്പൊ നിന്റെ തടി താനെ കുറഞ്ഞോളും. ഞാൻ ഇവിടുന്ന് ഓടാൻ പോയപ്പോ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഓട്ടം നിർത്തിക്കോളാം. ആ ബെസ്റ്റ്. എടി, ഈ നാട്ടിലൂടെ നീ രാവിലെ ഓടാൻ പോയി കഴിഞ്ഞാലേ നിനക്കല്ല, അതിന്റെ നാണക്കേട് എനിക്കാണ്. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരുടെ പരിഹാസം സഹിക്കാൻ പറ്റുന്നില്ല. നീയും ഞാനും നടന്നു വരുന്ന കാണുമ്പോഴേ ആനയും പാപ്പാനും നടന്നു വരുന്നത് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് തന്നെയല്ലേ സത്യം. എടി, നിനക്ക് ഇവിടുന്ന് ബീച്ചിലോട്ട് പോയിക്കൂടെ? അങ്ങോട്ട് 3 കിലോമീറ്ററിലേ ഉള്ളൂ. അവിടെ ആവുമ്പോൾ തന്നെ ആരും തിരിച്ചറിയില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസ്കും കൂടെ വെച്ചാൽ കിട്ട്. ബീച്ചിലൊക്കെ ഓടാൻ പോണെങ്കില് ഞാൻ ഒരുപാട് നേരത്തെ എണീക്കണ്ടേ? എനിക്ക് പേടിയാട്ടാ. പേടിയാ നിനക്ക്? എടി, നിന്നെ കണ്ട മറ്റുള്ളവരാണ് പേടിക്കുക. ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളും. തടിച്ച് എണീറ്റ് പോടി അവിടെ. മോനെ രതീഷേ. ആ സുജിത്തെ, നീ എന്താടാ അങ്ങോട്ട്? വാടാ, ഇരിക്കടാ. പിന്നെ എന്താ പരിപാടി? ഒന്നുമില്ലടാ, ഈ വരുന്ന 26-ാം തീയതി ഞങ്ങളുടെ 5ാമത്തെ വാർഷികമാണ്. സത്യം പറഞ്ഞ ഈ വാർഷികവും ബർത്ത്ഡേയും നടത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് അവർക്ക് ഗംഭീരം നടത്തുന്ന എപ്പോഴും ആഗ്രഹം. അതുകൊണ്ട് 5ാമത്തെ വാർഷികം തന്നെ കുറച്ച് എല്ലാവരെയും വിളിച്ചിട്ട് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാ. അപ്പൊ എല്ലാവരും ഉണ്ടാവും. അപ്പൊ നീയും വൈഫും 26-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ ഉണ്ടാവണം. 26-ന് വൈകുന്നേരം അല്ലേ? ഞാൻ എന്തായാലും ഉണ്ടാവും. നീ മാത്രല്ല, അവളും വേണം. അല്ല, രാധിക എവിടെയല്ലേ? ഇവിടെ അല്ലാതെ വേറെ അവളെ എവിടെ പോരാ? എടി രാധിക, എടി ഒന്നുകൂടെ വന്ന്. സുജിത്തേട്ടനാ? എന്താടോ, എന്താ പറ്റി? ഒന്നുമില്ല, ഞാൻ രാവിലെ ഇവിടെ ഒന്ന് വീണതാ. അയ്യോ, വീണതോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എടോ, അവള് വീണ സ്ഥലത്തുള്ള ടൈൽസ് പൊട്ടിക്കാണോ? അല്ലാതെ അവൾക്ക് എന്ത് പറ്റാനാ? വീഴ്ചയൊക്കെ സ്വാഭാവികമല്ലേ രതീഷേ? അതിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്ത് സ്വാഭാവികോ? ഇതൊക്കെ അവൾക്ക് സ്ഥിരമാണ്. ഇതൊക്കെ അവളെ പൊണ്ണത്തടിന്റെ പ്രശ്നമാണ്. അരമണിക്കൂറായി ഇപ്പൊ അവിടെ വീണിട്ട് ഇതുവരെ എണീക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വന്നതേ 26-ാം തീയതി ഞങ്ങളുടെ വാർഷികമാണ്. കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും രണ്ടാളും കൂടി അങ്ങോട്ട് എത്തുക. അതിനെന്താ, ഞങ്ങൾ എന്തായാലും എത്താം. എന്നാ ശരി, കാണാം. അപ്പൊ മറക്കണ്ട കേട്ടോ. ശരി. ഓ, എടി, അവൻ വിളിച്ചപ്പോ നീ എന്തിനാടി ചാടിക്കയറി വരാന്നേറ്റേ? എന്തെങ്കിലും തിരക്കണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോ അവൻ എന്ത് വിചാരിക്കുമെന്നോ? അതിന് അന്ന് എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഞാനും വരാം. നീയും വരാന്നാ? എങ്ങോട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എന്നെ എങ്ങോട്ടും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇത് സുജിത്തേട്ടന്റെ പരിപാടിയല്ലേ, ഞാനും വരും. എടി, ഞാൻ പുറത്തു പോകുമ്പോ നിന്നെ എന്താ കൊണ്ടുപോവാത്തെന്നുള്ള ആലോചിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല നിനക്ക്. എന്റെ കൂട്ടുകാരന്മാരുടെ ഭാര്യമാരൊന്നും നീ കണ്ടിട്ടില്ലേ? അവരെ പോലെയാണോ നീ? ഏത് ഡ്രസ്സാടി നിനക്കൊന്ന് ചേരുന്നത്? സാരി പറ്റുമോ? ചുരിദാർ പറ്റുമോ? ലഹങ്ക പറ്റുമോ? എത്ര വില കൂടിയ ഡ്രസ്സ് ഇട്ടാലും നിന്നെ കാണാൻ ഒരു ബഫൂണിനെ പോലെയാണ്. അങ്ങനെയുള്ള നിന്നെ ചുമന്ന് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ എനിക്ക് നാണക്കേടാണ്. ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണോ ഈ ആനക്കുട്ടീനെ കെട്ടാൻ തോന്നിയത്? അതുകൊണ്ട് തന്നെയാണ് നിന്നെ എവിടെ കൊണ്ടുപോകത്ത്. കേറി പോകുന്നുണ്ട് അവിടുന്ന്.
സന്ധ്യ, നീ എപ്പോഴാ ഡൽഹിയിൽ നിന്ന് വന്നേ? എടാ നീയോ? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. നല്ല ആളാണ് കേട്ടോ. നാട്ടിലെത്തിയിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു കോള് പോലും ചെയ്തില്ലല്ലോ. നീ ഡൽഹി പോയപ്പോ നമ്മളെയൊക്കെ മറന്നോ? എടാ അത് അങ്ങനെയല്ല, എന്റെ കമ്പനീന്റെ ഇമ്പോർട്ട് ലൈസൻസ് കട്ടായി കിടക്ക. അപ്പൊ അത് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ നാട്ടിലെത്തിയത്. അതിന്റെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു. അല്ലാണ്ട് നിന്നെയൊക്കെ ഞാൻ മറക്കൂടാ. എന്താണേലും തന്നെ ഞാൻ സമ്മതിച്ചു. ഇത്രയും ചെറിയ പ്രായത്തിൽ ബിസിനസ്, അതും ഡൽഹിയിൽ. എന്റെ അമ്മോ, എനിക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ. ഒരുപാട് പൊക്കല്ല മോനെ. അല്ലെങ്കിലും ബിസിനസ് എന്നൊക്കെ പറയാനേ ഉള്ളൂ. അതിലേക്ക് ഇറങ്ങുമ്പോഴേ കഷ്ടപ്പെടാൻ എന്താന്നറിയാ. അതൊക്കെ വിട്, നിന്റെ വിശേഷം പറ. എനിക്കെന്തടോ, നിനക്കല്ലേ വിശേഷം. അല്ല, നീ എന്താ ഇവിടെ ഒറ്റക്ക് കടലും കണ്ടോണ്ടിരിക്കണ? അല്ല, ഹസ്ബൻഡ് വന്നില്ല? ഇല്ലടോ, ഹസ്ബൻഡ് വന്നില്ല. പിന്നെ നമ്മുടെ നാടിന്റെ ഭംഗിയെ വേറെ എവിടെ പോയാലും കിട്ടില്ല. അവസാനമായിട്ട് വന്ന തന്റെ കല്യാണത്തിനാ. ഏകദേശം 2 വർഷമായി തോന്നുന്നു അല്ലേ? ആ, 2 വർഷം കഴിഞ്ഞു. എത്ര വലിയ തിരക്കാണെങ്കിലും നീ എന്റെ കല്യാണത്തിന് വന്നല്ലോ, അതെന്റെ വലിയ ഭാഗ്യം. പിന്നെ നിന്റെ കല്യാണത്തിന് ഞാൻ വരാതിരിക്കോ? നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. ഈ നാട്ടിലിപ്പോ എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അല്ലടാ, വൈഫ് എന്ത് ചെയ്യണു? വൈഫ് അതടിച്ചിന് നീയും കല്യാണത്തിന് കണ്ടതല്ലേ. മാനസികമായിട്ടുള്ള പൊരുത്തം ഇല്ലെങ്കിൽ എന്ത് കല്യാണം, എന്ത് ജീവിതം. അതൊന്നൊന്ന് റിലാക്സ് ചെയ്യാൻ അങ്ങോട്ട് വന്നു. എടാ എന്നാ ശരി, എനിക്ക് സ്റ്റാഫായിട്ട് ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. ഫോണ് കാറില്ല. എന്നാ ഞാൻ വരട്ടെ. അല്ല, തന്നെ നമ്പർ ചേഞ്ച് ആയോ? തന്നെ വിളിച്ചിട്ട് കിട്ടണില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആടോ, അത് ഇന്നാള് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നാലും തന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. ഞാൻ ഒരു ഹായ് അയക്കാം. എന്നാ വരട്ടെ. ശരി. ഓക്കെ, ശരി. എടീ, മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ. രാധികേ. ആ, ആരിത്? സന്ധ്യയോ? ആ, കല്യാണത്തിന് ഒരു ദിവസമേ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ പേര് എപ്പോഴും ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഓർമ്മയില്ലാതെയോ? ഏട്ടന്റെ ഫ്രണ്ട് അല്ലേ? അല്ല, രതീഷ് എവിടെ? ഏട്ടൻ ഓഫീസിൽ പോയതാ. ഓ, ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നല്ലേ? ഞാനതങ്ങ് വിട്ടുപോയി. അല്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നാ? ഏട്ടന്റെ നമ്പർ ഇല്ലേ? നമ്പറൊക്കെ ഉണ്ടോ? ഞാൻ ജസ്റ്റ് ഇതിൽ പോയപ്പോ കേറിയെന്നേ ഉള്ളൂ. എന്നാ ഞാൻ പോയിട്ട് ഒരു ചായ എടുത്തിട്ട് വരട്ടെ. ചായ ഒന്നും വേണ്ടോ, ഞാൻ ഇപ്പൊ കുടിച്ച് ഇറങ്ങിയേ ഉള്ളൂ. അല്ല, രാധിക ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇല്ല. ഇല്ലാന്നോ? താൻ PG കഴിഞ്ഞ കുട്ടിയല്ലേ, പിന്നെന്താ പോവാത്തത്? അല്ല, ജോലിക്ക് പോകാൻ ഇഷ്ടമല്ലായിട്ടാ? ജോലിക്ക് പോകാനൊക്കെ ഇഷ്ടാണ്, പക്ഷെ ഏട്ടൻ സമ്മതിക്കില്ല. ഏട്ടൻ സമ്മതിക്കില്ലാന്നോ? അതെന്താ കാരണം? ഈ തടി വെച്ചിട്ട് എനിക്ക് എവിടെയും ജോലി കിട്ടില്ല എന്നാ മൂപ്പര് പറയണത്. സത്യം പറഞ്ഞാ പുറത്തു പോലും എന്നെ വിടാറില്ല. നമ്മുടെ രതീഷ് തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സന്ധ്യ ഏട്ടന്റെ ഒരു നല്ല ഫ്രണ്ടാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഉപദേശിച്ചാല് ഏട്ടനൊന്ന് മാറിയാലോ. എന്താടോ, അത്രയും വലിയ പ്രശ്നമാണോ? എനിക്കും പറ്റുന്നില്ല അല്ലേ? വാരി വലിച്ച് തിന്ന് തടിക്കുമ്പോ ആലോചിക്കണായിരുന്നു. എടോ, അവള് വീണ സ്ഥലത്തുള്ള ടൈൽസ് പൊട്ടിക്കാണോ, അല്ലാതെ അവൾക്ക് എന്ത് പറ്റാനാ? അങ്ങനെയുള്ള നെന്നെ ചുമന്നുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോകാൻ നാണക്കേട് തന്നെയാണ്. ആനക്കുട്ടി, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണോ ഈ പണ്ടാരത്തിന് കെട്ടാൻ തോന്നിയത്? ഏട്ടൻ എന്നെ കളിയാക്കണേൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ വരുമ്പോ അവരുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ തടിയുടെ പേരില്. അത് മാത്രല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് എന്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഏട്ടന്റെ അച്ഛനമ്മയും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചീത്ത പറയും. ഒരു 5 മിനിറ്റ് പോലും എൻ്റെ അടുത്ത് സ്നേഹത്തിലൊരു വർത്താനം പറയാറില്ല. എടോ, താൻ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല സന്ധ്യ. തടിയൊന്ന് കുറയാൻ വേണ്ടിട്ടേ 2 ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാത്തതിന്റെയാ. താൻ എന്ത് പണിയാണോ ചെയ്തത്? ഭക്ഷണം കഴിക്കാതിരുന്ന തടി കുറയുന്ന ആരാ തന്നോട് പറഞ്ഞത്? ഇനി ഇതിന്റെ പേരിലായിരിക്കും വേറെ വല്ല അസുഖങ്ങളൊക്കെ വരിക. അല്ല, ഇതൊക്കെ ഹോർമോണിന്റെ പ്രശ്നം തനിക്ക് അറിയില്ല? എനിക്കറിയാം, പക്ഷെ അതൊന്നും ഏട്ടനറിയില്ലല്ലോ. ഓ, അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതിരിക്കാനും ഏട്ടൻ തന്നെ പറഞ്ഞതായിരിക്കും അല്ലേ? എടോ,
ഞാൻ ഇപ്പൊ വിളിപ്പിച്ചത് തനിക്ക് ബുദ്ധിമുട്ടായോ? എടോ നീ എന്തായി പറയണേ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നിന്നെ കാണാനുള്ള സന്തോഷത്തില് ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടാ പോന്നെ. പിന്നെ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളോട് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോവാന്ന് പറഞ്ഞേ. പിന്നെ പറ. അതെന്തായാലും നന്നായി. എന്തായാലും ഇത്ര റിസ്ക് എടുത്തിട്ടും നീ ഇങ്ങോട്ട് വന്നല്ലോ. എന്താടോ എടോ നീ വിളിച്ച ഞാൻ വരാതിരിക്കോ? പിന്നുണ്ടല്ലോ, എന്റെ കല്യാണക്കാര്യത്തിലേ ഞാൻ എടുത്ത തീരുമാനം ആകെ വലിയ മണ്ടത്തരായോ എന്ന് എനിക്കൊരു സംശയം. പണ്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കളിയാക്കില്ലേ നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ഞാനതൊരു വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എനിക്ക്. അയ്യേ, താൻ എന്ത് മണ്ടത്തിരക്കേടോ പറയുന്നത്? കല്യാണം എന്നൊക്കെ പറയുമ്പോ ഓരോ പെൺകുട്ടികൾക്ക് ഓരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നല്ല ഹൈറ്റും വെയിറ്റും താടിയും മീശയൊക്കെ ആയിട്ട്. താൻ അതിന്റെ 7 അകലത്ത് പോലും വരില്ല. എന്റെ ഹസ്ബൻഡിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തായാലും അവള് തന്നെ കല്യാണം കഴിച്ചത് മഹാഭാഗ്യം എന്ന് വിചാരിച്ചോ? അല്ലാണ്ട് തന്റെ കോലത്തിലൊന്നും ഇക്കാലത്ത് പെണ്ണേ കിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ ബോഡി ഷേമിങ് ചെയ്തപ്പോ തനിക്ക് വിഷമമില്ലേ? ഇതേ വിഷമല്ലേ രാധിക ദിവസം അനുഭവിക്കുന്നത്? കല്യാണം കഴിയപ്പോ തൊട്ട് താൻ എത്ര പ്രാവശ്യമാണോ ബോഡി ഷേമിങ്ങിന്റെ പേരിൽ ആ പാവത്തിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? അത് മാത്രമാണോ വരുന്നവരുടെ അടുത്തും പോകുന്നവരുടെ അടുത്തൊക്കെ എന്തൊക്കെയാ പറയുന്നത്? ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നതേ വെറും ജോക്കല്ല കേട്ടോ. അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന എന്താന്ന് മനസ്സിലാവും. രതീഷിന്റെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? 10-32 വയസ്സായിട്ട് ഒരു പണിയില്ലാണ്ട് തെണ്ടിത്തിരി നടക്കായിരുന്നില്ലേ? 10-100 അവിടെ താൻ പെണ്ണ് കാണാൻ പോയില്ലേ? എന്നിട്ട് ആർക്കെങ്കിലും തന്നെ ഇഷ്ടമായോ? അവസാനം ഇവളല്ലേ തനിക്ക് ഓക്കെ പറഞ്ഞത്? കല്യാണത്തിന് ശേഷം വന്നേറുന്ന പെൺകുട്ടികളുടെ ഭാഗ്യം കൊണ്ടേ ഒരുപാട് ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ട്. അതുപോലെ തന്നെയല്ലേ തന്റെ ലൈഫും ചേഞ്ച് ചെയ്ത്? അവളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കണ്ടോ തനിക്കിപ്പോ നല്ല ജോലിയും ശമ്പളവും ഒക്കെ ആയിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പൊ താൻ വന്ന വഴിയൊക്കെ മറന്നു അല്ലേ? സത്യം പറഞ്ഞ നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുണ്ടെങ്കിലേ അവളോട് പോയിട്ട് ക്ഷമ ചോദിക്കേ. അവളെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടാ പറഞ്ഞാ അത് ഭാഗ്യം തന്നെയാടോ. എന്താടോ എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടേ കുറച്ച് എക്സസൈസ് ചെയ്തതാ. ഏട്ടൻ പേടിക്കണ്ട, ഞാൻ എന്തായാലും തടി കുറയ്ക്കും. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല ഏട്ടാ, ഏട്ടൻ പറഞ്ഞോണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പ് തീരെ സഹിക്കാതെ വന്നപ്പോ ഒരു പഴം മാത്രമേ കഴിച്ചുള്ളൂ. മോളെ, ഞാൻ എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. സോറി. മോളെ സോറി. എടി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് ഒന്ന് മാറിയത്. അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു, എന്നോട് ക്ഷമിക്കും. സോറി പ്ലീസ്. രാധിക, ഒന്ന് വേഗം വാടി, ഇനി നേരം വൈകിയ സിനിമ കിട്ടൂലേട്ടാ. ഏട്ടാ, എന്റെ ഡ്രസ്സിൽ തടി തോന്നിക്കുണ്ടോ? ഞാൻ വേണമെങ്കിൽ പോയിട്ട് ഇൻഷേപ്പ് ഇട്ടിട്ട് വരാം. എടോ,
നിന്റെ ഈ തടി തന്നെയാണോ നിനക്ക് ഭംഗി? ഇത്രയും കാലം അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതെ പോയി. ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടേ നീ ഒന്നും ചെയ്യണ്ട. പിന്നെ എൻ്റെ ഭാര്യ തടിച്ചയല്ല, സുന്ദരിയാണ്.